ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആസിയാസ് കിച്ചൺസ്. നമുക്കിനി ചിക്കൻ ഒന്ന് ക്ലീനാക്കി വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 2 പട്ടയും ഒരു ചെറിയ ലീഫും പെരിഞ്ജീരകവും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 3 സവാള അരിഞ്ഞതും 3 പച്ചമുളകും കുറച്ച് കൊച്ചുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. 2 തക്കാളി പഴഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കുക. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ല പച്ചമണം മാറുന്നിടം വരെ ഇളക്കണം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ഇളക്കണം. ഇനി നമുക്കൊരു ചെറിയ കപ്പിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 5 മിനിറ്റിന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാം. നമുക്കിനി 2 സവാള വഴറ്റിയതും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വഴറ്റി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. ശേഷം നമുക്കൊരു 15 കാഷ്നട്ട് അരച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം.